അങ്ങനെ ഇരട്ടടി പോലെ KSEB കറണ്ട് ചാർജ് കൂട്ടിയിരിക്കുന്നു. ഇതുവരെയും നമ്മളിങ്ങനെ സ്വിച്ച് ഇടുക ഓഫാക്കുക തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിരുന്നു. ഇനി ഈ ശ്രദ്ധയല്ല വേണ്ടത്, ഇത് മുഴുവൻ നമ്മൾ ഒഴിവാക്കുകയാണ് വേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് വരെ മനുഷ്യനെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു തീരുമാനമായി പോയി ഇത്, അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രതിമാസ ബില്ലിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. അപ്പോൾ അതിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പലരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കൊരു ചായക്കടയാണുള്ളത്, അവിടേക്ക് നമുക്കൊന്ന് കേൾക്കാം. ചേട്ടാ, ഈ കറണ്ട് ബില്ല് കൂട്ടിയതൊക്കെ അറിഞ്ഞിരുന്നോ? ഇല്ല, അറിഞ്ഞില്ലായിരുന്നു. അറിഞ്ഞില്ല? ഇല്ല, അറിഞ്ഞില്ല. 16 പൈസ കൂട്ടി. 16 പൈസ യൂണിറ്റിന്. അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത ഒരിതാണ് ഈ കറണ്ട് ചാർജ് കൂട്ടിയത്. ചായ നമുക്ക് എടുക്കാം. ഇനി ചായ എടുക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കാം. കറണ്ട് ബില്ലൊക്കെ കൂട്ടി. എങ്ങനെയാ പുറത്തേക്ക് പോവാ? അതെ, ഇരുട്ടടി ആവുമോ അതോ? പിന്നെ ഇരുട്ടടി ഉണ്ടാവും. മാസം എത്ര ബില്ല് വരാറുണ്ട്? വീട്ടിലൊക്കെ ആണെങ്കിൽ 2000 രൂപ വരും. കടയിലാണെങ്കിൽ 1500 വരും. അങ്ങനെ ഡബിളാണ്, കാശ് കൂടുതലാണ്. ഇനി അത് അതിന് കൂടും. ഇനിയും കൂടാൻ സാധ്യതയുണ്ടല്ല. ഇങ്ങനെ പറയുമ്പോൾ കൂടുതൽ കൂട്ടിക്കഴിഞ്ഞ്. ഇപ്പൊ മന്ത്രി പറഞ്ഞേക്കണ, ഇപ്പൊ കുറക്കാനാ പറഞ്ഞേക്കണ. ഇപ്പൊ റേഡിയോ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കച്ചവടത്തിന്റെ ചെലവ് കൂടും. കച്ചവടത്തിന്റെ ചെലവ് കുറയും. ഭക്ഷണത്തിന്റെ കാശൊക്കെ കണ്ടുപില്ലടക്കേണ്ടി വരും. പിന്നെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും. ഓരോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനാണ്? ഇത് സഹിക്കണം. അത്രോട് ചെറുപ്പം മുതലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കൂട്ടി തന്നെയല്ലേ. എന്ത് പറയാനാണ്? ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. എന്ത് പറയാൻ? ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ ഈ വസ്ത്രങ്ങൾ അയൺ ചെയ്യുന്ന ഒരു കടയുണ്ട്. അവിടെ അവരെ ഇതെങ്ങനെ ബാധിക്കും? അതെ, തേപ്പുകാരൻ്റെ കടയുണ്ട്. അവരുടെ ജീവിതത്തെ തേക്കുമോ നോക്കുക. ചേട്ടാ, കറണ്ട് ബില്ലൊക്കെ കൂടുക, ചാർജ് കൂട്ടിയിട്ടുണ്ട്, അറിഞ്ഞോ? അറിഞ്ഞില്ല. ഇല്ല. ഇപ്പൊ എത്ര ബില്ല് വരുന്നുണ്ട്? ഇപ്പം 4500 വന്നിട്ടുണ്ട്. 4500. അതിലും കൂടും. യൂണിറ്റിന് 16 പൈസയാണ് കൂടുന്നത്. അയ്യോ, അപ്പൊ ഇനി അടയ്ക്കുമ്പോൾ 5000 6000 കിട്ടാറുമോ? വരാം. എന്ത് ചെയ്യാൻ? അപ്പൊ ഇനി കാശ് കൂട്ടിയില്ലേ പറ്റത്തുള്ളൂ. അല്ലേ, കാശ് കൂട്ടാൻ പാടില്ല. കസ്റ്റമർ സമ്മതിക്കില്ലല്ലോ. നമുക്ക് വേറെങ്കിലും ചെയ്യാൻ. എത്ര നാളായി ജോലി ചെയ്യുന്നു? ഇപ്പം ഞാൻ 1 വർഷം ആയിട്ടുണ്ട്. ഇതുവരെയുള്ള വരുമാനം എങ്ങനെ ഉണ്ടായിരുന്നു? ജീവിച്ചു പോകാൻ പറ്റുന്നതായിരുന്നോ? ഇല്ല, ഇതുവരെ കുറച്ച് ഇപ്പം സ്റ്റാർട്ടിങ് ടൈമാണ്, കുറച്ച് അത്ര കൊണ്ട് ഇല്ലത്. ഇനിയും അപ്പം വരുമാനത്തിൽ നിന്നായിരിക്കും ഈ അധിക ചെലവ് ഇറങ്ങിപ്പോകുന്നത് അല്ലേ? ഫുഡ് കളിക്കണം, പിന്നെ റൂം വാടക എല്ലാം കൂടി വരുന്നുണ്ട്. അല്ലേ, ഇതാണ് ഒരു അവസ്ഥ. 4500 മാസം ആണ് പേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കറണ്ട് ചാർജ് കൂട്ടിയാൽ അറിഞ്ഞതുപോലുമില്ല. ഇനി അത് കൂട്ടിയ തുക കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് ഈടാക്കാൻ കഴിഞ്ഞാൽ കസ്റ്റമേഴ്സും പിന്മാറും. അപ്പോൾ ആ ജീവിതത്തോടെ പ്രതിസന്ധിയാവും. അപ്പം ജനങ്ങളെ പല രീതിയിലാണ് ഈ വൈദ്യുതി ചാർജ് വർധനവ് ബാധിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അതോടൊപ്പം തന്നെ ഇവർക്ക് പലർക്കും അറിയില്ല ഇങ്ങനെ വൈദ്യുതി ചാർജ് കൂട്ടി എന്നുള്ള കാര്യം ഇതുവരെയും അറിഞ്ഞില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും ഇരുട്ടടി തന്നെയാണ്.